കോട്ടയം മണ്ഡലം ഇത്തവണ ശ്രദ്ധാകേന്ദ്രമാകുന്നത് അത് കേരള കോൺഗ്രസുകൾ ഏറ്റുമുട്ടുന്നു എന്നതുകൊണ്ടാണ്. 44 വർഷങ്ങൾക്ക് മുൻപാണ് ഇവിടെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ നേരത്തെ ഉണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ തോമസ് ചാഴിക്കാടനും അതുപോലെ ഫ്രാൻസിസ് ജോർജും വീണ്ടും ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാകുന്നത്. തോമസ് ചാഴിക്കാടൻ കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അന്ന് തോമസ് ചാഴിക്കാടനെ പരാജയപ്പെടുത്താൻ ഇടതുമുന്നണി രംഗത്തിറക്കിയത് VN വാസവനെയായിരുന്നു. ഇത്തവണ തോമസ് ചാഴിക്കാടനെ ജയിപ്പിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും ഇടതുമുന്നണി നൽകിയിരിക്കുന്നതും VS വാസവനാണ്. രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ്. സ്ഥിരമായ എതിരാളികളോ സ്ഥിരമായ മിത്രങ്ങളോ ഇല്ല. ഇന്ന് കണ്ടവൻ നാളെ മിത്രമാകാം, മറ്റന്നാൾ ശത്രുവാകാം. ഏതായാലും വാശിയേറിയൊരു മത്സരം കോട്ടയത്ത് നടക്കും എന്ന കാര്യം ഉറപ്പാണ്. വിജയസാധ്യത തനിക്കുമുണ്ട് എന്ന് വ്യക്തമാക്കി തുഷാർ വെള്ളാപ്പള്ളിയും രംഗത്തെത്തിയിട്ടുണ്ട്. കോട്ടയത്ത് 2009 നാരായണൻ നമ്പൂതിരി മത്സരിച്ചപ്പോൾ BJP കിട്ടിയത് വളരെ തുച്ഛമായ ഒരു വോട്ടിംഗ് ശതമാനമാണ്. 4.6% പേർ മാത്രമാണ് അന്ന് BJPക്ക് വോട്ട് ചെയ്തത്. പിന്നീട് കേരള കോൺഗ്രസ് നാഷണലിസ്റ്റുകളും അതുപോലെ PC തോമസുമൊക്കെ അവരുടെ ഭാഗ്യം പരീക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ഒരു തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് താൻ എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത്. 1980 കേരള കോൺഗ്രസുകൾ അന്ന് ഏറ്റുമുട്ടിയത്. ജോർജ് മാത്യു ആയിരുന്നു കേരള കോൺഗ്രസിലെ ഒരു സ്ഥാനാർത്ഥി. മറ്റൊന്ന് ആനച്ചിഹ്നത്തിൽ മത്സരിച്ച ജോർജ് ജോസഫും. ഈ ജോർജ് മാത്യുവും ജോർജ് ജോസഫും ഏറ്റുമുട്ടിയപ്പോൾ അവിടെ വിജയം ജോർജ് ജോസഫിനൊപ്പമായിരുന്നു. കേരള കോൺഗ്രസിനെ അന്ന് ചതിച്ചത്, മാണി വിഭാഗത്തെ അന്ന് ചതിച്ചത് അവരുടെ ചിഹ്നമായ കുതിരയാണ് എന്നൊരു ആക്ഷേപം അന്നുണ്ടായിരുന്നു. കാരണം ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുന്ന പ്രായമായ ചിലർ ചോദിച്ചു, നമ്മുടെ ഈ കുതിര ചിഹ്നത്തിന് എന്താണ്, കുതിരയ്ക്കൊരു കൂനുള്ളതുപോലെ ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചു. അത് സത്യത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ ഒട്ടക ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നു. അപ്പോൾ ഒട്ടകത്തെയാണ് പലരും കുതിരയെന്ന് തെറ്റിദ്ധരിച്ച് വോട്ട് ചെയ്തത്. അങ്ങനെ ഒട്ടക ചിഹ്നത്തിൽ മത്സരിച്ച ജോർജിന്, മറ്റൊരു സ്ഥാനാർത്ഥിയായ ജോർജിന് 15,000 വോട്ട് കിട്ടി. എന്നാൽ ജോർജ് മാത്യുവിന് അവിടെ ഈ ചിഹ്നത്തിൽ വന്ന മാറ്റം വലിയ തിരിച്ചടിയായി. ജോർജ് ജോസഫ് 4330 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. ആ മത്സരം കഴിഞ്ഞ് അടുത്ത തവണ ജോർജ് ജോസഫ് വീണ്ടും വളരെ സുരക്ഷിതമായി അതേ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറി. അതിന് കാരണം അന്ന് ഇന്ദിരാഗാന്ധിയുടെ മരണത്തോട് അനുബന്ധിച്ചുണ്ടായ വലിയ ഒരു അനുതാപ തരംഗം അന്ന് ജോർജ് ജോസഫിനെ സഹായിച്ചു. അതുകൊണ്ട് തന്നെ അന്നത്തെ ആ ഒരു പ്രശ്നത്തിന് ഒരുപക്ഷെ വേണമെങ്കിൽ ഇന്ന് പകരം ചോദിക്കാം, അല്ലെങ്കിൽ അന്നത്തെ പരാജയത്തിന് ഇന്ന് പകരം ചോദിക്കാം എന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇന്ന് ശക്തമായി മത്സര രംഗത്ത് ഇറങ്ങുന്നത്. ഇതേപോലെ മൂവാറ്റുപുഴയിലുമൊക്കെ കേരള കോൺഗ്രസ്സുകാർ ഏറ്റുമുട്ടിയ ഒരു ചരിത്രം പിന്നെയും ഉണ്ട്. ആയാലും മൂവാറ്റുപുഴ വിസ്മൃതിയിലാണ്ടു. അപ്പോൾ അത്തരം ഒരു മണ്ഡലം തന്നെ ഇല്ല. അത് 89 മൂവാറ്റുപുഴയിൽ ഈ മത്സരം ഉണ്ടായത്. അന്ന് ഈ PC തോമസിന് വേണ്ടിയാണ് കേരള കോൺഗ്രസ് M ആ സീറ്റ് ചോദിച്ചു വാങ്ങുകയും അത് ജോസഫിനെ ചൊടിപ്പിക്കുകയും അദ്ദേഹത്തിനോട് ഇടുക്കിയിൽ മത്സരിക്കാൻ ആവശ്യപ്പെടുകയും ഇടുക്കിയിൽ മത്സരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത് സ്വതന്ത്രനായി അദ്ദേഹം മത്സരിക്കുകയും, സ്വതന്ത്രനല്ല, അദ്ദേഹം ഈ മുന്നണി വിട്ട് മത്സരിക്കുകയും പരാജയപ്പെടുകയും ഒക്കെ ചെയ്തു. പിന്നെ ഇടുക്കിയിൽ പോയി മത്സരിച്ചു, അവിടെയും പരാജയപ്പെട്ടു. അങ്ങനെ ഒരു വലിയ ചരിത്രം ഈ കേരള കോൺഗ്രസ്സുകാരുടെ ഏറ്റുമുട്ടലിന് ഉണ്ട്. ഏതായാലും ഇത്തവണ കോട്ടയത്ത് ഇരു മുന്നണികൾ ഏറ്റുമുട്ടുമ്പോൾ വിജയം ആർക്കൊപ്പം എന്ന ചോദ്യം എല്ലാ കോണുകളിൽ നിന്നും മുഴങ്ങുകയാണ്. ഈ ജോസ് കെ മാണി വളരെ സുരക്ഷിതമായി 2 തവണ ജയിച്ചു കയറിയ മണ്ഡലമാണ് കോട്ടയം. 2009 2014. സുരേഷ് കുറുപ്പിനെ പരാജയപ്പെടുത്തിയാണ് ജോസ് കെ മാണി 2009 അവിടെ നിന്ന് ജയിച്ചു കയറിയത്. 2014 മാത്യു ടി തോമസ് ആയിരുന്നു എതിരാളി. അതിനുശേഷമാണ് പിന്നെ VN വാസവനെ നേരിട്ടത്.
56% ഹൈന്ദവർ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് കോട്ടയം. ക്രിസ്ത്യൻ വിഭാഗത്തിന് ഒരു 38-40% വോട്ടും ഉണ്ട്. അതുകൊണ്ട് ജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ ക്രൈസ്തവ വിഭാഗത്തിന് കോട്ടയത്ത് കഴിയും. മുസ്ലിം വോട്ടുകൾ 5% താഴെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ സ്വാധീനമുള്ള സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാൻ കഴിയുന്നൊരു പ്രദേശമാണ് കോട്ടയം. അവിടുത്തെ ഗ്രാമീണ പ്രദേശങ്ങൾ ഏതാണ്ട് 70% ഗ്രാമീണ മേഖലയുമാണ്. ഈ സാഹചര്യത്തിൽ ആരോടൊപ്പം വിജയം എന്നത് സഗൗരവം എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് അവിടെ ഒരു 50% വോട്ട് ഉണ്ട് എന്നതാണ് കഴിഞ്ഞ കാല കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2019 പക്ഷേ അത് ഒന്ന് കുറഞ്ഞു. തോമസ് ചാഴിക്കാടൻ ജയിച്ചുവെങ്കിലും പക്ഷേ ആ ഒരു വോട്ട് ശതമാനം കുറയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ 50% എല്ലായ്പ്പോഴും വോട്ട് കിട്ടിയിരുന്ന മാണി വിഭാഗത്തിന് അത് 46% താഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒരു പക്ഷേ ഈ PC തോമസ് അന്ന് മത്സരരംഗത്ത് ശക്തമായി ഇറങ്ങിയത് കൊണ്ടാകാം ആ വോട്ടിൽ മാറ്റം ഉണ്ടായത് എന്ന് വേണം അനുമാനിക്കാൻ. ഏതായാലും കോട്ടയത്ത് ആർക്കനുകൂലമായി എങ്ങനെ വോട്ട് തിരിയുന്നു എന്നത് കേരളത്തിൻ്റെ മുഴുവൻ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കും ഒരു ചൂണ്ടുപലകയാകും. ഈ ക്രൈസ്തവ വിഭാഗം BJPയോട് കൂടുതൽ അടുക്കുന്നുണ്ട് എന്ന ഒരു വിവരം അല്ലെങ്കിൽ എന്നൊരു അവകാശവാദം BJP കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് എത്ര കണ്ട് ശരിയാണ് എന്ന് ഒരുപക്ഷെ ഈ കോട്ടയം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ ആര് ജയിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് നമുക്ക് വ്യക്തമാകും. തുഷാർ വെള്ളാപ്പള്ളി എത്ര വോട്ട് പിടിക്കുന്നു എന്നതും ഒരുപക്ഷെ അതിൻ്റെയൊക്കെ സൂചനയായി മാറും. ഏതായാലും ഈ കൂനുള്ള കുതിര അഥവാ ഒട്ടകം ചതിച്ച കോട്ടയം ഇത്തവണ കോട്ടയത്ത് ഒട്ടകം ചതിച്ച കേരള കോൺഗ്രസ് ഇത്തവണ വീണ്ടും തെരഞ്ഞെടുപ്പിന് ഇറങ്ങുമ്പോൾ എന്തായിരിക്കും സാഹചര്യം എന്നത് എല്ലാവരും കൗതുകത്തോടെ ആണ് ഉറ്റുനോക്കുന്നത്.